സർഗം കിച്ചണിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കപ്പ പുട്ടാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ കപ്പ, 1 നാളികേരം ചെരുകിയത്, അരിപ്പൊടി 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം കപ്പ നന്നായി കഴുകി തൊലി കളയണം. തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച കപ്പയെടുത്ത് ഗ്രേറ്റ് ചെയ്യണം. നല്ല നീറ്റായി ചെറുതായ രീതിയിൽ ഗ്രേറ്റ് ചെയ്യണം. കപ്പ എടുത്ത് വെള്ളം പിഴിഞ്ഞ് കളയണം. കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെള്ളം പിഴിഞ്ഞ് കളയണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ടതിന് ശേഷം അരിപ്പൊടി എടുത്ത് വിതറണം. ഉലർമ കിട്ടാൻ വേണ്ടിയിട്ടാണത്. അരിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കണം. നല്ല ഉലർമ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. നല്ലവണ്ണം ഉലർത്തിയതിന് ശേഷം പുട്ടുകുമ്പത്തിൽ വെള്ളമൊഴിച്ച് ഗ്യാസിന്മേൽ വെച്ച് കത്തിക്കണം. ഇനി പുട്ടുകുമ്പം എടുത്ത് ചിരകിയ നാളികേരം അതിലേക്ക് ചേർക്കുക. പിന്നീട് ഉലർത്തിയ മാവ് ഇതിലേക്ക് ഇടുക. നാളികേരം ഇടുക. മാവ് ഇടുക. നാളികേരം അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് നാളികേരം ചേർക്കണം. ലാസ്റ്റ് നാളികേരം മുകളിൽ വരണം. കുമ്പത്തുമേൽ വയ്ക്കുക. ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടണം. ആവി വന്നതിന് ശേഷം ചിരട്ട കൊണ്ട് മൂടണം. ഫ്ലെയിം കുറയ്ക്കണം. 2-3 മിനിറ്റിന് ശേഷം സ്വാദിഷ്ടമായ കപ്പപ്പൂട്ട് റെഡി. കപ്പപ്പൂട്ട് റെഡിയായി. കപ്പപ്പൂട്ട് കഴിക്കാൻ കറികളില്ലെങ്കിലും നല്ല സ്വാദോടുകൂടി കഴിക്കാൻ പറ്റുന്ന പുട്ടാണിത്. പ്രാതലിനോ 4 മണിക്ക് പലഹാരത്തിനോ ഇത് നല്ലതാണ്. വിറ്റാമിൻ നല്ലവണ്ണം അടങ്ങിയതാണ് കപ്പ. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.